വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ രാജിവെച്ചു. വലിയ വിവാദങ്ങളാണ് വയനാട് ജില്ലയിൽ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരുന്നത്. ഇത്രയും ചെറിയ ജില്ലയായിട്ട് പോലും അതിലെ ഭരണം അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിയാതെ 4 വർഷത്തോളമായി ഒരു പ്രസിഡന്റ് അവിടെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വയനാട് DCC പ്രസിഡന്റ് മാറണം എന്നുള്ളത് എല്ലാവരും ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ ആ ND അപ്പച്ചൻ ഇന്ന് രാജിവെച്ചിരിക്കുന്നു. വിവാദങ്ങൾ ഒഴിയാതെ നിൽക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് 2 എണ്ണം, ഏറ്റവും വലിയ 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുമ്പോൾ ND അപ്പച്ചൻ്റെ രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. DCC ട്രഷററായിരുന്ന മുതിർന്ന നേതാവ് NM വിജയൻ്റെ മരണം ഉൾപ്പെടെ, ജില്ലയിലെ ചില നേതാക്കളുടെ ആത്മഹത്യകൾ ഉൾപ്പെടെ മറ്റു പല പരാതികളും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തുടരുന്നതിനിടെയാണ് DCC അധ്യക്ഷ സ്ഥാനം ND അപ്പച്ചൻ രാജിവെച്ചിരിക്കുന്നത്. അടുത്തിടെ നമുക്കറിയാം, പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ND അപ്പച്ചൻ നടത്തിയൊരു പരാമർശമുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സന്ദർശനം നടത്തുന്നതിന് മുൻപ് തന്നെ വയനാട്ടിലെ ഇത്തരം പ്രവണതകൾക്കെതിരെ ചില സൂചനകൾ അവർ നൽകിയിരുന്നു എന്നാണ് അറിയുന്നത്. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ വെച്ച് മതിയാക്കുക എന്നുള്ള വ്യക്തമായ ഒരു സൂചനയും മുന്നറിയിപ്പും പ്രിയങ്ക ഗാന്ധി തന്നെ നൽകിയിരുന്നു. ഒരു ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനെ മാറ്റാനൊന്നും പ്രിയങ്ക ഗാന്ധി നിൽക്കില്ലെങ്കിലും വയനാട് എന്ന മണ്ഡലത്തിൻ്റെ MP എന്നുള്ള നിലയിൽ ഇതിനു മുൻപ് തൻ്റെ സഹോദരനായ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്ത ഒരു മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ND അപ്പച്ചൻ്റെ കഴിവുകേട് കൊണ്ട് ആ ജില്ലയിൽ കോൺഗ്രസ് തകരുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് ND അപ്പച്ചനെ മാറ്റുന്നത് എന്നാണ് അറിയുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ND അപ്പച്ചൻ്റെ ആവശ്യം പാർട്ടി അംഗീകരിക്കുന്നത്. വയനാട്ടിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് തീരാ തലവേദനയായി തുടരുന്നതിനിടെയാണ് രാജിപ്രഖ്യാപനമെന്നത് പാർട്ടിക്കും ചെറിയ ആശ്വാസം തന്നെയാണ്. ചെറിയ 3 നിയോജക മണ്ഡലങ്ങൾ മാത്രമുള്ള ഒരു ജില്ല, ഭൂപ്രദേശം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയൊരു ജില്ല, ആ ജില്ലയിലെ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരെ പോലും മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത ഒരു പ്രസിഡന്റ് ഇനി പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് ഒറ്റക്കെട്ടായി ആ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നറിഞ്ഞ ഉടൻ തന്നെയാണ് ND അപ്പച്ചൻ രാജിവെച്ചിരിക്കുന്നത്. DCC അധ്യക്ഷന്മാരെ മാറ്റും, അതിൽ ND അപ്പച്ചനും പെടും എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അതിന് കാത്തു നിൽക്കാതെ ദേശീയ നേതൃത്വത്തിൻ്റെ തന്നെ അതൃപ്തി വ്യക്തമായതോടെ രാജിവെച്ചൊഴിയുകയാണ് ND അപ്പച്ചൻ ചെയ്തത്. കഴിഞ്ഞ KPCC യോഗത്തിൽ തന്നെ ഒഴിവാക്കി തരണമെന്ന് അപ്പച്ചൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ND അപ്പച്ചൻ തന്നെ ഏൽപ്പിച്ച കർത്തവ്യം നേരാംവണ്ണം നിർവഹിക്കാൻ കഴിയാതെ സ്വയം പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്.